ഹലോ ഓൾ. അപ്പോൾ JEE മെയിൻസ് പരീക്ഷ ഇങ്ങ് അടുത്ത് എത്തിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ പല ആൾക്കാരും ടെൻഷനിലാണ്. ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ, പഠിച്ചാൽ കിട്ടുമോ, അല്ലെങ്കിൽ പഠിച്ചിട്ടൊന്നും ആയിട്ടില്ല, ഇങ്ങനെ ഒരുപാട് ടെൻഷനിലാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം JEE മെയിൻസ് എന്നുള്ളത് അതൊരു ലോ സ്കോറിംഗ് എക്സാമാണ്. നോ വൺ ഈസ് എക്സ്പെക്ടിങ് യു ടു സ്കോർ 80% or 90% മാർക്ക്. ഓക്കെ, ഒരു 50-60% മാർക്ക് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ വി ആർ വെൽ അഹെഡ്, നമുക്ക് NITയിൽ അഡ്മിഷൻ ഉറപ്പാക്കാൻ സാധിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നിർബന്ധമായിട്ടും പരീക്ഷ വളരെ കോൺഫിഡൻസോട് കൂടി എഴുതുക. തീർച്ചയായിട്ടും നമുക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ചാൻസാണ് JEE മെയിൻസ് എന്നുള്ളത്, അതും സെഷൻ 1 എന്നുള്ളത്. ഇനി നമുക്കത് പോയാലും സെഷൻ 2 അപ്പുറത്തുണ്ട്. അപ്പോൾ ആ സെഷൻ 2 നല്ലൊരു പരിശീലനമായിരിക്കും സെഷൻ 1 എന്നുള്ളത്. അപ്പോൾ ആരും പേടിച്ചിട്ട് എഴുതാതിരിക്കരുത്, ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത് എഴുതാതിരിക്കരുത്. നിങ്ങൾക്ക് എന്താണ് NTA, എന്താണ് NTAയുടെ JEE മെയിൻസ് എന്ന്, എന്താണ് NTAയുടെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു അവസരമാണ് നിങ്ങൾക്ക് സെഷൻ 1 ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. എല്ലാവരും പോയി എഴുതുക. എല്ലാം പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ നമുക്ക് സാധിക്കുകയില്ല. JEE മെയിൻസ് ഓൺലി വാറൻസ് യു ടു ലൈക്ക് ഒരു 50-60% മാർക്ക്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി പഠിക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കുക. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സാം റൈറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും JEE മെയിൻസ് സെഷൻ 1 എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആരും എക്സാം എഴുതാതിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമത്തെ, ഈ ഒരു എക്സ്പീരിയൻസ് പരമാവധി എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക, പരമാവധി നന്നായിട്ട് നമ്മൾ എഴുതാൻ ശ്രമിക്കുക. ഒരു JEE മെയിൻസ് എക്സാം എന്നുള്ളത് എന്താണ്, ഒരു ഗസ് വർക്കിന് പറ്റിയൊരു എക്സാം അല്ല. നീറ്റോ കുറച്ചും കൂടി ഗസ് വർക്കിന് പറ്റിയ എക്സാമാണ്. അപ്പോൾ നന്നായി പഠിച്ച് ചില ക്വസ്റ്റ്യൻസ് കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. ഒറ്റ ക്വസ്റ്റ്യനിൽ 10 മിനിറ്റ് ഒന്നും സ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. അറിയുന്നത് ആദ്യം എഴുതുക. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അറിയുന്നത് ആദ്യം എഴുതി കവർ ചെയ്തിട്ട് പിന്നീട് നിങ്ങൾക്ക് വന്ന് റീതിങ്ക് ചെയ്യാനും എഴുതാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉറപ്പുള്ളത് നമ്മൾ ആദ്യം എഴുതുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്നുള്ളത്. അതേപോലെ തന്നെ കെമിസ്ട്രിയിൽ നിന്ന് തുടങ്ങുക. മാത്സ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് സമയം പോകാൻ സാധ്യതയുണ്ട്. കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എന്നുള്ളതാണ് ഒരു ബെറ്റർ ലോജിക്കൽ ഓർഡർ. അപ്പോൾ കുറച്ചും കൂടി സമയം നമുക്ക് മാർക്ക് കിട്ടാൻ മറ്റു കാര്യങ്ങൾ നമുക്ക് വേണ്ടി കെമിസ്ട്രിയിൽ നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി റെഡിയായി നമ്മൾ പോവുക. അപ്പോൾ നമുക്ക് വെറുതെ ലൈക്ക് ഒരു പേപ്പർ ടെസ്റ്റ് ആണെങ്കിൽ നമുക്ക് തെറ്റാനൊക്കെ ഒരുപാട് കൂടുതൽ സാധ്യതകളുണ്ട്. ഇവിടെ അതിനുള്ള സാധ്യതകൾ കുറവാണ്. നമ്മളൊരു റിയൽ സംഭവം ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സമയം നന്നായി ക്രമീകരിക്കാൻ നോക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, എളുപ്പമുള്ള കാര്യങ്ങൾ ആദ്യം എഴുതാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും XY ലേണിംഗ് യൂണിവേഴ്സൽ JEE ചാനലിൻ്റെ ഒരു ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് വരിക. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമുക്ക് സെഷൻ 2 അതേപോലെ NIT IITകളും നമ്മളെ കാത്തിരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്, ബൈ.